വാട്സാപ്പ് ഗെയിമേഴ്സ് നമ്മളിപ്പോൾ ഇന്ന് കളിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. മൈൻക്രാഫ്റ്റിന്റെ അടുത്ത വീഡിയോ ആണ് ഇത്. നമ്മളിപ്പം കളിക്കുന്ന മെയിനായിട്ട് കളിക്കേണ്ടവർക്കാണ് ഇത്. തുടക്കം തൊട്ട് ആദ്യമായിട്ട് കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അറിയാത്തവർക്ക് എല്ലാവരും കാണേണ്ടതാണ്. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് ഗായ്സ്, നമ്മളിൽ അങ്ങൊരു വില്ലേജ് ഉണ്ട് കേട്ടോ. അതിന് മുന്നേ നമുക്ക് ഇതൊക്കെ വെട്ടണം. എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആരും മറക്കരുത്. എൻ്റെ ഒരു ഇങ്ങോട്ടും ഗായ്സ്, നമ്മളിൽ അങ്ങൊരു വില്ലേജ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പം ഇത് മെയിനായിട്ടും ആദ്യമായിട്ട് കളിക്കുന്നവർക്കാണ് ഇത് ഞാൻ മെയിനായിട്ടും നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവർക്കും കാണാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ അത് വില്ലേജ് ആണോ നോക്കി നോക്കാം. കൊച്ചൊരു സാധനം. നമ്മള് ഇതൊക്കെ വിച്ചിന്റെ സ്ഥലമാണ്. ഇതണൊക്കെ സ്ഥലമൊക്കെ വിച്ചുകൾക്കേ ഉള്ളു. ഗായ്സ്, അപ്പൊ നമ്മളിത് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇതിപ്പോ തോനെ പെട്ടെന്ന് തന്നെ പറഞ്ഞ്. അപ്പം ഗായ്സ്, ഇത് കണ്ടിട്ടൊരു വീട് കണക്കുണ്ട്. പക്ഷെ ഇതിന്റെ മേളിൽ കയറുന്ന എങ്ങനെയാന്നാ? എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പം നമുക്ക് ഇനി വേണ്ടത് ആദ്യത്തെ ഘട്ടമെന്ന് വെച്ചാൽ നമുക്കൊരു മരം മുറിക്കണം. അപ്പൊ നമുക്ക് മരം മുറിക്കാം. ഇതണക്കത്തെ മരമാണ് മുറിക്കേണ്ടത്. നമുക്ക് ഈ മരം എങ്ങനെ ഇതാക്കി തുടങ്ങാം. ഇനി നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഈ മരം ഇതാക്കിയിട്ട് അപ്പം നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതാരും കണ്ടില്ല. അപ്പം മെയിനായിട്ട് ഇതെല്ലാവരും കാണേണ്ടതാണ്. ഇത് ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. പിന്നെ സ്റ്റിക്ക് ഉണ്ടാക്കണം. 6 കട്ടയുണ്ട്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങോട്ട് വെച്ച് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. 2 പിക്കാക്സും ഒരു സ്വാഡും ഉണ്ടാക്കാം. നമുക്ക് ലാഡറൊക്കെ ഉണ്ടാക്കാം. പക്ഷേ നമുക്ക് ലാഡർ വേണ്ട. ലാഡർ നമുക്ക് പിന്നെ വീടൊക്കെ പണിയുമ്പോഴേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് കട്ടയില്ല, കല്ല് അത്യാവശ്യം കനമുള്ള ഇതണക്കത്തെ നമ്മൾ അതണക്കത്തെ കട്ടയൊക്കെയാ വേണ്ടേ. അപ്പം നമ്മള് ഇങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് ഒരു മെയിനായിട്ട് നമ്മളൊരു വില്ലേജ് കണ്ടുപിടിക്കണം. എന്നിട്ടാണ് വില്ലേജിന്റെ അടുത്താണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇത് പാർട്ട് 2-നകത്ത് ഞാനൊരു ചെറിയൊരു ഹൗസ് ഞാൻ പണിയും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് 5-3 പാർട്ടെങ്കിലും കാണും. അത് നമുക്കപ്പം ഇതാദ്യം ഒന്ന് കളിച്ചെല്ലാവരെയും ഇതാക്കാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. താഴെ വീട് നമുക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ചെല്ലണം. എന്നാലേ നമുക്ക് പെട്ടെന്നൊരു വില്ലേജ് കിട്ടിയ നല്ല കാര്യമാ. നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ കിട്ടും, ഉറപ്പാ. കിട്ടിയാൽ നമുക്ക് പണിയാൻ സ്ഥലമാണെങ്കിൽ അവിടോട്ട് പണിയണം. ഞാൻ ഇനി ഒരു ഹൗസ് കൂടെ പണിയും. അതിന്റെ പാർട്ട് 2-ലായിരിക്കാം അതിന്റെ എല്ലാം കൂടെ ഇടുന്നത്. അതാണ്. അപ്പം അങ്ങോട്ട് പോയി നോക്കാം. നമുക്കേ മേളിൽ പോവാം. ഇവിടെ വില്ലേജ് ഉണ്ട്. ഒരു ഡൗട്ട്. നമുക്ക് ഇതേണക്കത്തെ ഇതല്ല, കട്ട മാറിപ്പോയി. ഈ കട്ടയാണ് വേണ്ടത്. അല്ല, നമുക്ക് കബിൾ സ്റ്റോണാണ് വേണ്ടത്. നമുക്ക് ഈ കട്ട പൊളിച്ചെടുത്തിട്ട് നമുക്കിതുണ്ടാക്കാം. എന്നിട്ട് മൈനിങ്ങിന് പോകണം. അതിന് മുന്നേ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കാം.
നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഇതുവരെ വലിയതൊന്നും കിട്ടിയില്ല. അപ്പം നമ്മള് അങ്ങോട്ട് പോവാ. ഗായ്സ് ഇത് കിട്ടി. അയണായി. അയണായി. നമുക്ക് അയണിന്റെ ഒരു പിക്കാക്സ് ആണ് നമുക്ക് വേണ്ടേ. ഒരു സോഡും കൂടെ ഉണ്ടാക്കാനുള്ള എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് അയണിന്റെ പിക്കാക്സും കൊണ്ട് നമുക്കിനി ഇത് പഠിച്ചെടുക്കാം. എന്തുവാ? അയൺ. അയണും കൊണ്ട് ഇനി നമുക്കൊരു ഫർണസ് ഉണ്ടാക്കണം. അയണും കൊണ്ടല്ല, ഇനി നമുക്ക് ഇത് താണ്ടേ. അടുത്തേം കിട്ടി. ഗായ്സ് 6 എണ്ണമായിട്ടുണ്ട്. ഗായ്സ് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഇരിക്കുക. അപ്പൊ നമുക്ക് ക്രാഫ്റ്റിംഗ് രാത്രിയാവാൻ നമുക്കൊരു ഡേ എങ്ങനെയെങ്കിലും ഒക്കെ സ്പെൻഡ് ചെയ്യണം. അയ്യോ പൊളിഞ്ഞില്ല. നമുക്കിനി പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ഡേ സ്പെൻഡ് ചെയ്താലേ ഇതാവത്തുള്ളൂ. ഇനി നമുക്കൊരു ഫർണസ് ഉണ്ടാക്കണം. ഫർണസും ഉണ്ടാക്കിയാലേ നമുക്ക് ഇത് ഇതാക്കി എടുക്കാക്കൂ. നമ്മുടെ അയൺ കറക്റ്റ് ഇതാക്കി എടുക്കാനേ ഒക്കത്തുള്ളൂ. അയൺ ഇൻഗോട്ട് ആക്കി എടുക്കണം. യോ ക്രീപ്പർ ചാവല്ലേ ചാവല്ലേ. ഇപ്പൊ ഞാൻ ചത്തേന്. പുതുവിടെ എടുത്തോണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു വഴി ഉണ്ടാക്കണം ഇവിടെ. രാത്രി ഇനി ഇവിടെ ശരിയാകത്തില്ല. ഇനി ഇവിടെ ഒന്നും ശരിയാകത്തില്ല. ഇനി പോയാലേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ചാവും. ഒരു ഡേ ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റൂല. ഇവിടെ മൊത്തവും സോംബിയാണ്. എൻഡർമാൻ. എൻഡർമാന്റെ കണ്ണി നോക്കി അപ്പോഴേ നമുക്ക് പണിയാവൂ. വിറ്റ് കിട്ടുന്നു. മീറ്റൊക്കെ പോട്ട് നമുക്കിപ്പോ വേണ്ടേ ആടിനെ ഷീപ്പ്. നമുക്ക് 2 എണ്ണമായി. 2 ഷീപ്പ്. ഇനി 2 ഷീപ്പിനെയും കൂടെ വേണം. അടുത്ത 2 ഷീപ്പിനെയും കൂടെ വേണം. എന്നാലേ നമുക്കൊരു ബെഡ് ഉണ്ടാക്കാക്കൂ. നമുക്ക് ഈ വ്യൂ ഒന്നും കൂടുന്നില്ല. നമുക്ക് അത്യാവശ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ഇനി അടുത്ത പാർട്ട് ഇടും. അപ്പം നമുക്ക് കാണുന്നവരെല്ലാരും ലൈക്ക് അടിക്കണം. എല്ലാം ചെയ്യേണ്ടതാണ്. നമുക്ക് കളിയിലേക്ക് പോവാം. നമ്മളിനി മേളിൽ പോണം. എന്നിട്ട് നമുക്ക് 1 ഡേ എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് ഒന്ന് കഷ്ടപ്പെട്ടാലും സ്പെൻഡ് ചെയ്താലേ നമുക്ക് സെറ്റ് ആവത്തുള്ളൂ. അതാണ് ഗൈസ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പണി. മൊത്തം സോംബീസ്. അതാണ് ഗൈസ് എനിക്ക് കിട്ടിയ പണി. മൊത്തം സോംബീസ് ആണ് ഗൈസ്. ഇവിടെ മൊത്തം സോംബീസ്. 1 ഡേ ഒന്ന് സ്പെൻഡ് ചെയ്താ മതിയായിരുന്നു. മേളിലൊരു ഷീപ്പ് വെക്കുന്നു. നമ്മളെ മൊത്തം സ്കെൽട്ടൺ ആണ്. അങ്ങോട്ട് ചെന്നാൽ ഉറപ്പായിട്ടും നമുക്ക് അടി കിട്ടും. ഇത് നമുക്ക് അങ്ങോട്ട് പോണ്ട. കഴിക്കാനാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. എന്താണ് ഇനി നമ്മള് പെട്ടെന്നൊന്ന് രാവിലെ ആക്കണം. രാവിലെ അത് അങ്ങനെയെങ്കിലും ആയാൽ നല്ല കാര്യമാണ്. പാർട്ട് 2 അടുത്ത ഇനി ഉടനെ വരുന്നതാണ്. നമ്മളൊരു സ്ഥലത്തെത്തി. ഇവിടെ മൊത്തം ക്രീപ്പേഴ്സും സോംബീസും ഗായ്സ്. നമ്മൾ പെട്ട് 1 ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഷീപ്പില്ല. പൂൾ എടുത്താലല്ലേ നമുക്കൊരു ദിവസം എല്ലാം സ്പെൻഡ് ചെയ്യാക്കും. ഇനി ഒരു 2 പൂൾ കൂടെ എങ്ങനെയെങ്കിലും ഒക്കെ കിട്ടിയാലേ നമുക്ക് ഉണ്ടാക്കാക്കത്തുള്ളൂ ബെഡ് ഉണ്ടാക്കാൻ. നമുക്കിനി ലൈറ്റൊക്കെ ഉണ്ടാക്കണം. അതിന് കോള് വേണം.
അവന്റെ കണ്ണിലോട്ട് നോക്കണ്ട, അവൻ പിടിച്ചിട്ട് അടിക്കും. സോംബി അയ്യോ പണി വാളി ഗൈസ്. ഞാൻ ഏതോ ഒരു കാട്ടിലോട്ടാ വന്ന് കയറിയിരുന്നെ. വെള്ളമില്ലേ? അവിടൊക്കെ നമ്മക്ക് ഒന്ന് ചെന്നിറങ്ങിയാലേ നമുക്ക് രക്ഷപ്പെടൂ, പ്രത്യേകിച്ച് രാത്രി. ഞാൻ ഇതാണൊക്കെ ഒരു സ്ഥലത്ത് വന്നു. ഈ നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമൊക്കെ ഇല്ലേ, അവിടൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വില്ലേജേഴ്സിനെയൊക്കെ കാണും. അവിടൊക്കെ നല്ല വില്ലേജേഴ്സ് ഒക്കെ കാണും. അവിടെ വില്ലേജും ഒക്കെ ഇഷ്ടംപോലെ കാണും. അവിടോട്ടൊക്കെ ഒന്ന് ചെന്ന് കേറിയ നല്ല. എങ്ങനെയെങ്കിലും ഒക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം, അതാണ് ഇനി പറ്റത്തുള്ളൂ. പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രാവിലെ ആക്കി എടുക്കണം, അല്ലെങ്കിൽ വൻ പണിയാവും, നമുക്ക് വൻ സീനാവും. അതാണ് വലിയ പണി. ഞാൻ റോട്ടിൽ നീങ്ങുന്നത് മൊത്തം വണ്ടി. അപ്പം ഇങ്ങോട്ട് പോവാം. ഒന്നുമില്ല പെട്ടാ. ഓടിക്കോ ഇവിടെ ഇന്ന പണിയാവും. അത് 2-3 കട്ടയെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ. നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ രാവിലെ ആക്കണം, അതാണ് മെയിൻ. ഈ വീഡിയോ തോനെയായെന്ന് തോന്നുന്നു. അപ്പോൾ ഗായ്സ്, ബാക്കി പാർട്ട് നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബാക്കി പാർട്ട് നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും.